ഹായ് ഹലോ സി പ്ലാന്റ് അതായത് സെറ്റ് പ്ലാന്റിൻ്റെ ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. 2 ആഴ്ച മുമ്പാണ് തോന്നുന്നു ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്ന വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ കാണുന്നവർക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതുപോലെ റോസാ ചെടിയുടെ മുരടിപ്പ് മാറുന്ന ഒരു വീഡിയോ എല്ലാം മുരടിപ്പ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് മുഴുവനായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ ഫോളോവേഴ്സിന് വേണ്ടി വീണ്ടും ഞാൻ ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റെമ്മ് കട്ടിങ്ങിലൂടെ തൈകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ തൈകൾ വേണമെങ്കിൽ നമുക്ക് ലീഫ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂത്ത ഒരു ലീലാണ് നമുക്ക് വേണ്ടി കേട്ടോ. മൂത്ത ഒരു ഇല എടുത്തിട്ട് അത് നമുക്ക് അതിൽ സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് കുത്തി വെക്കാം. അല്ലെങ്കിൽ നമുക്ക് അതിന് സെപ്പറേറ്റ് ആയിട്ട് പെർലൈറ്റ് മണൽ മണ്ണൊക്കെ ഇട്ടിട്ട് നമുക്ക് ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് നമുക്കതിൽ ഒന്ന് കുത്തി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലാണ് വെക്കുന്നത്. ദി ഗ്രീൻ സി പ്ലാന്റ്സ് ആണ്. അതിൽ ഞാൻ ഒരു സ്റ്റെമ്മ് വെച്ച് കൊടുത്തിരുന്നു. അതുപോലെ 5 ലീഫും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ കുറച്ച് സ്ഥലമുണ്ട്. അവിടെയാണ് ആ ഒരു ബ്ലാക്ക് സി പ്ലാന്റ്സിൻ്റെ ഒരു ഇത് വെക്കുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് 2 ആഴ്ചയൊക്കെ ആകുമ്പോഴേക്ക് ഇതിൽ തന്നെ നമുക്ക് വേര് വരും. ചെറിയൊരു ബൾബ് പോലെ ഉണ്ടാവും കേട്ടോ. സി പ്ലാന്റ്സിൻ്റെ പ്രത്യേകത അതാണ്. ചെറിയൊരു അടിവശത്ത് ബൾബ് ഉണ്ടാകും. അത് വെള്ളം സ്റ്റോറേജ് ചെയ്യാനുള്ള കഴിവുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ബൾബും വന്നിട്ടുണ്ട്, ചെറിയ തൈയും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വേരും വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ നട്ടു വെച്ചതാണ്. സി പ്ലാന്റ്സിൻ്റെ രോഗങ്ങൾക്കുള്ള ചികിത്സ എന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇത് 5 നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഇല എടുത്തു നോക്കിയാലും അതൊക്കെ അതുപോലെ തന്നെ നന്നായിട്ട് വേരും ഇലകൾ ഇത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് സി പ്ലാന്റ്സിൻ്റെ അതായത് ഈ പ്ലാന്റ്സ് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു കിഴങ്ങിൻ്റെ അടുത്തുനിന്ന് ചെറിയൊരു തൈ പൊട്ടിയത് കണ്ടില്ലേ, തൈ പൊട്ടി വന്നിട്ട് നമുക്കത് തൈകളായിട്ട് മാറും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കമൻറ്റിലൂടെ ചെടികളെ സ്നേഹിക്കുന്നവരെങ്ങനെ ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. ഞാനും ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഇടുന്നത്, ചെടികളെ പരിപാലിക്കുന്നതും അവർക്ക് വെള്ളവും വളവും അതുപോലെ തന്നെ പോട്ടിമിക്സൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടോ. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വീഡിയോയിൽ പകുതിയായിട്ട് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതെന്താണെന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. റോസാ ചെടിയുടെ മുരടിപ്പിൻ്റെ വീഡിയോ ഒന്നും കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തതാണ്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചത് എനിക്ക് മനസ്സിലാകില്ല. അതിന് കുറേ കമൻറ്റൊക്കെ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് വീഡിയോ കംപ്ലീറ്റ് ആക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അന്ന് ഞാനിപ്പോൾ 2 ആഴ്ച മുന്നേ ഞാൻ ആ ഒരു വീഡിയോയിലെ ലീഫാണ് ഇട്ടത്. ആ വീഡിയോയിൽ ഞാൻ ലീഫ് കുത്തി വെക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ലീഫാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഒക്കെ വേര്